വെൽക്കം ടു 7 Day Miracles ചാനൽ. നമ്മുടെ ഉള്ളിൽ ആരോടും പറയാതെ സൂക്ഷിച്ച ആ പ്രണയം അത് പുറത്തു കൊണ്ടുവരാൻ വെറുമൊരു വാക്കോ അല്ലെങ്കിൽ ഒരു നോട്ടമോ മാത്രം മതിയെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 1000 പുസ്തകങ്ങൾ വായിച്ചാലും മനസ്സിലാകാത്ത പ്രണയത്തിൻ്റെ രസതന്ത്രം വെറും ഒരു ചോദ്യത്തിൽ ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിഞ്ഞാലോ? ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ആ നിമിഷത്തിന് തുടക്കം കുറിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ യാത്ര നമുക്ക് ഒന്നിച്ചു തുടങ്ങാം. ഇത് വെറുമൊരു വീഡിയോ അല്ല, നിങ്ങളുടെ ഹൃദയം മറ്റൊരാളിലേക്ക് ചേർത്ത് പിടിക്കാനുള്ള ഒരു വഴികാട്ടിയാണ്. പ്രണയം തുടങ്ങാനേ ഈ ഒരൊറ്റ ചോദ്യം മതി. പ്രണയം എന്നത് ഒരാളിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന മാന്ത്രികതയാണ്. പലപ്പോഴും നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എങ്ങനെ സംസാരം തുടങ്ങണം എന്നതാ. അവിടെയാ ഈ മാന്ത്രിക ചോദ്യത്തിന്റെ പ്രസക്തി. ആ ചോദ്യം ഇതാണ്: നിന്റെ ജീവിതത്തിൽ ഇതുവരെ മറ്റാരോടും പങ്കുവച്ചിട്ടില്ലാത്ത, നിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ആ ഒരു സ്വപ്നം എന്താ? ഈ ചോദ്യം കേവലം വാക്കുകളല്ല, മറിച്ച് അവരുടെ ലോകത്തേക്ക് നിങ്ങൾ തുറക്കുന്ന ഒരു വാതിലാണ്. ഒരാളുടെ സ്വപ്നങ്ങളെക്കുറിച്ചോ അവർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന നിമിഷങ്ങളെക്കുറിച്ചോ ആത്മാർത്ഥമായി ചോദിക്കുമ്പോൾ അവർ അറിയാതെ തന്നെ നിങ്ങളിലേക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകും. മനുഷ്യർ എപ്പോഴും തങ്ങളെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരോട് പെട്ടെന്നെടുക്കും. ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ ഒരു തിളക്കവും സ്വരത്തിൽ ഒരു സത്യസന്ധതയും ഉണ്ടായിരിക്കണം. അവരുടെ മറുപടി എന്ത് തന്നെയായാലും അതിനെ ബഹുമാനത്തോടെയും താല്പര്യത്തോടെയും കേൾക്കുക. സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാൻ തയ്യാറാകുന്നിടത്ത പ്രണയത്തിൻ്റെ ആദ്യത്തെ വിത്ത് പാകുന്നത്. ആ ചോദ്യം ചോദിക്കുന്ന രീതി, അതിനുശേഷം നിങ്ങൾ നൽകുന്ന പുഞ്ചിരി, ഇവയൊക്കെയാ ആ നിമിഷത്തെ സ്പെഷ്യലാക്കുന്നത്. പ്രണയം എന്നത് വെറുമൊരു ആകർഷണമല്ല, മറിച്ച് പരസ്പരമുള്ള മനസ്സിലാക്കലാണ്. ഒരു ചെറിയ ചോദ്യത്തിലൂടെ നിങ്ങൾ തുടങ്ങുന്ന ഈ സംഭാഷണം ഒരുപക്ഷെ ഒരു ആയുഷ്കാലത്തിൻ്റെ തുടക്കമാകാം. ഓരോ നിമിഷവും ആസ്വദിച്ച് ആത്മവിശ്വാസത്തോടെ പ്രണയത്തിൻ്റെ ഈ പുതിയ പാതയിലേക്ക് ചുവടുവയ്ക്കൂ. ചോദ്യത്തിന് പിന്നിൽ ശക്തമായ ചില മനഃശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്. ഒന്ന്, ഇമോഷണൽ കണക്ഷൻ. ഒരാളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ അവരുടെ ഉപരിപ്ലവമായ കാര്യങ്ങളിലല്ല, മറിച്ച് അവരുടെ ഉള്ളിലെ യഥാർത്ഥ വ്യക്തിത്വത്തിലാണ് താല്പര്യം കാണിക്കുന്നത്. 2, വിശ്വാസം. മറ്റാരോടും പങ്കുവച്ചിട്ടില്ലാത്ത എന്ന് പറയുമ്പോൾ അതൊരു രഹസ്യം പങ്കുവയ്ക്കാനുള്ള ക്ഷണമാണ്. ഇത് പെട്ടെന്ന് തന്നെ നിങ്ങളും അവർക്കും ഇടയിൽ ഒരു പ്രത്യേക ബോണ്ട് ഉണ്ടാക്കും. 3, പോസിറ്റീവ് വൈബ്. സങ്കടങ്ങളെക്കുറിച്ചല്ല, മറിച്ച് സന്തോഷിപ്പിക്കുന്ന സ്വപ്നങ്ങളെക്കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത്. ഇത് സംഭാഷണത്തെ എപ്പോഴും പോസിറ്റീവായി നിലനിർത്തും. 4, ശ്രദ്ധ. അവർ മറുപടി പറയുമ്പോൾ നിങ്ങൾ നൽകുന്ന ശ്രദ്ധ, ഞാൻ നിന്നെ കേൾക്കുന്നുണ്ട്, നിനക്ക് എൻ്റെ ജീവിതത്തിൽ അത്ര പ്രാധാന്യമുണ്ട് എന്ന സന്ദേശമാണ് നൽകുന്നത്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 1, അവസരം നോക്കുക. തിരക്കുള്ള സമയത്തോ ഗ്രൂപ്പിലിരിക്കുമ്പോഴോ ഒന്നുമല്ല ഇത് ചോദിക്കേണ്ടത്. നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള സമാധാനപരമായ ഒരു നിമിഷം ഇതിനായി തിരഞ്ഞെടുക്കുക. 2, നിങ്ങളുടെ മറുപടി. അവർ ഒരു സ്വപ്നം പറയുമ്പോൾ ഒരിക്കലും അതിനെ കളിയാക്കരുത്, പകരം അത് ശ്രദ്ധയോടെ കേൾക്കുക, പ്രോത്സാഹനം നൽകുക. 3, തിരിച്ചും പങ്കുവയ്ക്കുക. അവർ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ചെറിയ സ്വപ്നമോ ലക്ഷ്യമോ അവരോടും പങ്കുവയ്ക്കൂ. ഇത് നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കും. നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഇത്രയധികം സ്വാധീനം ചെലുത്തുന്നത് എന്ന്? കാരണം ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും മറ്റാരും കാണാത്ത ഒരു കുഞ്ഞു ലോകമുണ്ട്. അവിടെ അവർ തുന്നിക്കൂട്ടിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയുണ്ട്, മറ്റാരോടും പങ്കുവച്ചിട്ടില്ലാത്ത എന്ന് നിങ്ങൾ എടുത്തു പറയുമ്പോൾ നിങ്ങൾ അവർക്ക് നൽകുന്നത് ഒരു സുരക്ഷിതത്വമാണ്. എനിക്ക് നിന്നെ വിശ്വസിക്കാം എന്ന തോന്നൽ അവരുടെ ഉള്ളിൽ ഉടലെടുക്കും. അവർ ആ സ്വപ്നം നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ അവരുടെ ഹൃദയത്തിൻ്റെ താക്കോല നിങ്ങൾക്ക് നൽകുന്നത്. ആ നിമിഷം മുതൽ നിങ്ങൾ അവർക്ക് വെറുമൊരു സുഹൃത്തോ പരിചയക്കാരനോ ഒന്നുമല്ല, മറിച്ച് അവരുടെ സ്വപ്നങ്ങൾക്ക് കാവൽ നിൽക്കുന്ന ഒരാളായി മാറും. സ്നേഹം എന്നത് ഒരാളെ പുകഴ്ത്തുന്നതല്ല, മറിച്ച് അവരുടെ ആത്മാവിനെ തൊട്ടറിയുന്നതാണ്. ഈ ചോദ്യത്തിലൂടെ നിങ്ങൾ ചെയ്യുന്നത് ആ ആത്മാവിനെ തൊടുക എന്നതാ. അതെ, പ്രണയം അത്രമേൽ ലളിതമാണ്, എന്നാൽ അതിമനോഹരവുമാണ്. നിങ്ങൾ ചോദിക്കുന്ന ആ ഒരു ചോദ്യം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായി മാറാം. തോറ്റുപോകുമെന്ന് പേടിച്ച് ഒരിക്കലും പ്രണയിക്കാതിരിക്കരുത്. കാരണം പ്രണയിക്കുമ്പോഴാണ് നമ്മൾ നമ്മെ തന്നെ കൂടുതൽ തിരിച്ചറിയുന്നത്. ഈ മാന്ത്രിക ചോദ്യം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കട്ടെ. മറക്കണ്ട, സ്നേഹിക്കാൻ വൈകരുത്, കാരണം കാലം ആരെയും കാത്തു നിൽക്കില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഇത് പങ്കുവയ്ക്കൂ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബി ഹാപ്പി, ബി പോസിറ്റീവ് ആൻഡ് അക്സെപ്റ്റ് ദി മിറക്കിൾസ് റൈറ്റ് നൗ.